തെരുവു കുട്ടികളെ പുനരധിവസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനുവേണ്ടി എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിൽ സ്ഥാപിച്ച ഹോഷാന വാലി പബ്ലിക് സ്കൂളും സ്ഥലവും സ്വകാര്യ വ്യക്തികൾക്ക് മറച്ചുവിറ്റതിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഹോളണ്ടിലെ വുഡ് ആൻഡ് ഡാഡ് എന്ന സംഘടനയുടെ സാമ്പത്തിക സഹായത്തോടെ വാങ്ങിയ 4 ഏക്കറിലധികം സ്ഥലമാണ് ജോസഫ് പുലിക്കുന്നേലിന്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടന മറച്ചുവിറ്റത്. 300ഓളം തെരുവ് കുട്ടികളെ പുനരധിവസിപ്പിച്ച് സൗജന്യമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയാണ് 2006-ൽ ഹോഷാന വാലി പബ്ലിക് സ്കൂൾ തുടങ്ങിയത്. പാലാ കേന്ദ്രീകരിച്ചുള്ള ഗുഡ് സമരിറ്റൻ പ്രോജക്റ്റ് ഇന്ത്യ എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലാണ് സ്കൂൾ സ്ഥാപിച്ചത്. ഹോളണ്ടിലെ സന്നദ്ധ സംഘടനയായ വുഡ് ആൻഡ് ഡാഡ് നൽകിയ 1.25 കോടി രൂപ മുടക്കിയാണ് മുളന്തുരുത്തിയിൽ 4.25 ഏക്കർ പാടം വാങ്ങി സ്കൂൾ നിർമ്മിച്ചത്. തെരുവ് കുട്ടികളെ പുനരധിവസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയായതിനാൽ 1/2 ഏക്കറോളം പാടം മണ്ണിട്ട് നികത്താൻ നാട്ടുകാർ സമ്മതിക്കുകയും ചെയ്തു. 2006-ൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ സ്കൂൾ തുടങ്ങി 6 മാസം കഴിഞ്ഞപ്പോൾ ഈ സ്കൂളിലെ 30ഓളം വിദ്യാർത്ഥികളെ സമീപത്തെ സർക്കാർ സ്കൂളിലേക്ക് മാറ്റി. പിന്നീട് സ്കൂൾ പ്രവർത്തിച്ചിട്ടില്ല. 2012 മാർച്ചിൽ സ്കൂളും സ്ഥലവും വൻതുകയ്ക്ക് കൊച്ചിയിലെ സ്വകാര്യ വ്യക്തിക്ക് മറച്ചു വിറ്റിരിക്കുകയാണ്. സ്കൂളിന് വേണ്ടി നികത്തിയ സ്ഥലം മറച്ചു വിറ്റത് നാട്ടുകാരിൽ അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിച്ച് നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കുള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥാപനം നിലനിൽക്കണം, അല്ലാതെ മറ്റ് യാതൊരു ഇതുമില്ല. അന്ന് നികത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തതും ഇതിങ്ങനെ ഒരു നല്ല കാര്യത്തിനാണല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ എല്ലാ പാർട്ടിക്കാരും കൂടി അതിനകത്ത് സഹകരിക്കുകയാണ് ചെയ്തത്. അത് നിസ്സാര സമയം കൊണ്ട് അത് നിർത്തിക്കളഞ്ഞിട്ട് ഈ വിറ്റ് പൊട്ടടിക്കണ പണി, അതിനോട് നമുക്ക് യോജിപ്പില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇനി സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. വുഡ് ആൻഡ് ഡാഡ് മാനേജിംഗ് ഡയറക്ടർ ജാൻ ലോക്ക് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം മറച്ചുവിറ്റത് ശംഖുമുഖം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടെ സ്കൂൾ കവാടത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന നെയിം ബോർഡ് നീക്കം ചെയ്തു. ഹോളണ്ടിൽ നിന്നും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി നൽകിയ പണം ഉപയോഗിച്ചാണ് സമൂഹത്തിലെ മാന്യന്മാർ തട്ടിപ്പ് തുടരുന്നത്. ഈ തട്ടിപ്പ് സംഘത്തിൽ ഒരു മുൻമന്ത്രി, ന്യായാധിപന്മാർ, എഴുത്തുകാർ തുടങ്ങി സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽപ്പെട്ടവർ ഉൾപ്പെട്ടതിനാൽ കേസന്വേഷണം എത്ര കണ്ട് നീതിപൂർവകമാകുമെന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് സംശയമുണ്ട്. സണ്ണി പീറ്റർ, സൂര്യ ന്യൂസ്, കൊച്ചി.